ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തേങ്ങയൊന്നും അരച്ചെടുക്കാത്ത നല്ലൊരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി വെണ്ടയ്ക്ക ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക വലിയ ചിലവില്ല, ഇവിടെ നീളത്തിൽ അരിഞ്ഞിട്ട പക്ഷെ കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കനത്തിൽ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകുമെന്നും പേടിക്കൊന്നും വേണ്ട. ഒരു പാൻ എടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം ഒരിക്കലും മൂടി വെച്ച് വേവിക്കരുത്. ചെറു തീയിലിട്ട് വെണ്ടയ്ക്ക ഇങ്ങനെ വറുത്ത് കോരി എടുക്കേണ്ടതാണ്. 3 വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ നമുക്ക് ഈ കറിക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. വെണ്ടയ്ക്ക വറുത്തു കോരി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ബാലൻസ് വന്ന ഓയിലിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ആ ഓയിലിലേക്ക് അല്പം കടുക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വറ്റൽമുളക്, പച്ചമുളക് എന്നിവയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ സവാളയും കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ സവാളയൊക്കെ ഒന്ന് കളർ മാറുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തക്കാളിയും സവാളയും ഈ പൊടികളുടെ ഒക്കെ കൂടി ഈ മസാല ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ ഒന്ന് മൂടി വെച്ച് ആ പാത്രം ആവിയൊക്കെ കൂടി നന്നായി മസാല കുറുകി കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക. ആ പുളി ഒന്ന് പിഴിഞ്ഞ് ആ പുളിവെള്ളവും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ഈ മസാലയെല്ലാം വെണ്ടയ്ക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല ടേസ്റ്റി വെണ്ടയ്ക്ക കറി ഇവിടെ റെഡിയാണ്. വെണ്ടയ്ക്ക സാമ്പാറിലിട്ട് കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഒന്ന് കറി വെച്ച് കൊടുത്താൽ കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.